നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ ഇഡി അന്വേഷണത്തിനെതിരെ CMRL കമ്പനി ജീവനക്കാർ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. തുടർച്ചയായി സമൻസ് അയച്ച് വിളിപ്പിക്കുന്നത് ചോദ്യം ചെയ്തുള്ളതാണ് ഹർജി. എന്നാൽ രാഷ്ട്രീയ നേതാക്കൾക്ക് പണം നൽകിയെന്ന CMRL MDയും അതുപോലെ CFOയും മറ്റ് ഏജൻസികളോട് സമ്മതിച്ചിട്ടുണ്ടെന്നും CMRL ഉദ്യോഗസ്ഥരുടെ ഹർജി അപക്വമായതിനാൽ തള്ളണമെന്നുമാണ് ED അറിയിച്ചിട്ടുള്ളത്. ചട്ടങ്ങൾ പാലിച്ചാണ് പ്രവർത്തിച്ചിരുന്നതെന്ന CMRL കമ്പനിയുടെ വാദം ശരിയല്ല. 2019 ആദായ നികുതി റെയ്ഡിൽ 133 കോടി രൂപയുടെ അനധികൃത ഇടപാട് കണ്ടെത്തിയിരുന്നുവെന്നും ED അറിയിച്ചിട്ടുണ്ട്. വീണ വിജയന്റെ എക്സാലോജിക്കിന് 1.72 കോടി നൽകിയതും വിവിധ അന്വേഷണങ്ങളിൽ വെളിപ്പെട്ടിരുന്നുവെന്നും ED സത്യവാങ്മൂലത്തിലൂടെ കോടതിയെ അറിയിച്ചിരുന്നു. തുടർന്ന് ഹർജി പരിഗണിക്കുന്നത് ഹൈക്കോടതി ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. അതേസമയം മാസപ്പടി കേസിൽ കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽനാടൻ നൽകിയ ഹർജി സമാന വിഷയത്തിൽ പരിഗണനയിലുള്ള ഹർജിക്കൊപ്പം ജൂൺ 18 വീണ്ടും പരിഗണിക്കാൻ കോടതി മാറ്റിവെച്ചിരിക്കുകയാണ്. ഇല്ലാത്ത സേവനത്തിന് CMRL കമ്പനി പ്രതിഫലം നൽകിയെന്ന സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ വിജയനുമെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജി തള്ളിയ തിരുവനന്തപുരം വിജിലൻസ് കോടതി ഉത്തരവിനെതിരെ നൽകിയ റിവിഷൻ ഹർജിയാണ് ജസ്റ്റിസ് K. ബാബു മാറ്റിയത്. നിലവിൽ കോടതിയുടെ പരിഗണനയിലുള്ള ഹർജിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് പുറമെ UDF നേതാക്കളായ രമേശ് ചെന്നിത്തല, PK കുഞ്ഞാലിക്കുട്ടി, VK ഇബ്രാഹിം കുഞ്ഞ് എന്നിവരും എതിർകക്ഷികളാണ്. രണ്ട് ഹർജികളും ജൂൺ 18 വീണ്ടും പരിഗണിക്കും. സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ പരാതിയിൽ പ്രഥമദൃഷ്ട്യാ കേസുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് മുൻപേ കേസിന്റെ മർമ്മത്തിലേക്ക് വിജിലൻസ് കോടതി കടന്നത് തെറ്റായ നടപടിയാണെന്നുമായിരുന്നു ഹർജിക്കാരന്റെ വാദം. കോടതി ആവശ്യപ്പെടുന്ന രേഖകൾ ഹാജരാക്കാമെന്നും ഹർജിക്കാരൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഹർജിയിൽ സർക്കാരിനെ അടക്കം കക്ഷി ചേർത്തിട്ടില്ലെന്നും വിജിലൻസ് കോടതിയിൽ സർക്കാർ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പരാമർശമില്ലെന്നും സർക്കാരിന് വേണ്ടി ഹാജരായ പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ കോടതിയെ അറിയിച്ചു. ഇത്തരത്തിലൊരു ഹർജി നൽകുന്നത് ശരിയായ രീതിയല്ലെന്നും ഇതിന് പിന്നിലെ താല്പര്യം വ്യക്തമാക്കണമെന്നും DGP വ്യക്തമാക്കിയിട്ടുണ്ട്. കേസിൽ മറ്റു ചിലരും ഉൾപ്പെട്ടിട്ടുണ്ടല്ലോ എന്ന് കോടതി ആരാഞ്ഞിരുന്നു. തുടർന്നാണ് കളമശ്ശേരി സ്വദേശി ഗിരീഷ് ബാബു സമാന ആവശ്യം ഉന്നയിച്ച് മുൻപ് നൽകിയ ഹർജിക്കൊപ്പം ഇതും പരിഗണിക്കാൻ കോടതി മാറ്റിയത്. ഹർജി പരിഗണനയിലിരിക്കെ ഗിരീഷ് ബാബു മരണപ്പെട്ടിരുന്നു. കേസുമായി മുന്നോട്ടു പോകാൻ വീട്ടുകാർ സന്നദ്ധരായില്ലെങ്കിലും പുനഃപരിശോധന ഹർജിയായതിനാൽ കോടതി അമിക്കസ് ക്യൂറിയെ വെച്ച് നടപടി തുടരുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.